ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് ഫ്ലവർ ഷോ കാണാൻ വന്നിരിക്കുക കോട്ടയത്ത്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അപ്പം അത് കാണാനായിട്ടാണ്. ജിസ്മിനുണ്ട്, ജിസ്മിൻ്റെ അപ്പനുണ്ട്, ജസ്റ്റിനുണ്ട്, ഐറക്കുട്ടനുണ്ട്. ഐറക്കുട്ടൻ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള അവസ്ഥയില്ല. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ ഫ്ലവർ ഷോ കാണാത്തിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് ഏകദേശം 100 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തോരം കാണാനുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കയറിയപ്പോൾ തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് കണ്ടത്. ഫുൾ ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടെന്ന് തോന്നുന്നു നല്ല ആൾത്തിരക്കുണ്ടായിരുന്നു. ഇതെന്ത് പോവാ? പുല്ല് പോവാണോ? ആരുടെ തൊപ്പി ഇരിക്കുന്ന പോവാണോ അത്? പറക്കല്ലേ, പറച്ച വഴക്ക് പറയും. പറക്കില്ല കേട്ടോ. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലവർ ഷോ. കുഴപ്പമില്ല. ഓക്കെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. കുറെ ഫോട്ടോഷൂട്ട് ഉണ്ട്. പക്ഷെ ഫുൾ ആളാണ് അവിടെയൊക്കെ. കാണിച്ചു തരാം. ഉണ്ടോ? ഫുള്ള് ഫോട്ടോഷൂട്ട് ഏരിയ ആണ്. പക്ഷെ ഭയങ്കര ആളാണ്. ആട് അവിടുത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് അയർക്കുട്ടൻ ഊഞ്ഞാലെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. അയർക്കുട്ടൻ ഭയങ്കര സന്തോഷമാണ്. മൊത്തത്തിൽ ഫ്ലവർ കണ്ടും ഊഞ്ഞാലടിയൊക്കെ വന്നപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. ഹായ് പറഞ്ഞ ഹായ്. അരക്കുട്ടിക്ക് ഇഷ്ടായോ? നോക്കി. പറക്കില്ലേ. ഇഷ്ടായോ? ഐറാൻ ഞങ്ങൾ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുത്തു. ഐറാണ് ഇത്രയും ഫ്ലവേഴ്സ് ഒന്നും ഒരുമിച്ച് കണ്ടിട്ടില്ല. അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. ഐസ്ക്രീം വേണോ? അപ്പൊ കരുതില്ല, എടുത്തല്ലേ. കള്ളി ഐസ്ക്രീം തിന്നുവാ? അപ്പയ്ക്കും ഉണ്ട്. ഇവിടെ കയറിയിൽ ഇത്തിരി രസമായിട്ട് തോന്നിയ ഈ കാഴ്ചയാണ്. ഈ ചേട്ടനെ ചിരിപ്പിക്കുവാണെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടും. പക്ഷെ പലരും കിടങ്ങി ശ്രമിക്കുന്നുണ്ട് ചിരിപ്പിക്കാൻ, പക്ഷെ പറ്റില്ല. ഈ ചേട്ടൻ ചിരിക്കില്ല. ഈ ചേട്ടൻ്റെ മുഖത്ത് ഈ എക്സ്പ്രഷൻ മാത്രമേ വരൂ. ഞാൻ ബീച്ച് ഫെസ്റ്റിന് പോയപ്പം തത്തേനെ തോളി വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ആ വീഡിയോ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. എനിക്ക് തോന്നുന്നു എന്നേലും ഹാപ്പി ആയത് ജിസ്മിനും ഐറക്കുട്ടനുമാണ്. ഈ ബേഡിൻ്റെ പേര് കോക്കറ്റു അങ്ങനെ കണ്ടാണ്. ഐറക്കുട്ടൻ എന്തായാലും അതിനെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജിസ്മിന് നല്ല പേടിയുണ്ടായിരുന്നു, അതങ്ങനെ കുത്തുവോ കടിക്കുമോ എന്നൊക്കെ. പക്ഷെ നല്ല രസമായിരുന്നു.
back to my cold apartment. Distance sucks, but at least I'm still with you. White out skies, middle November. You and I, flights to wherever. I don't mind as long as it's with you. As long as it's with you. As long as ഏറ്റവും അവസാനം അവൻ്റെ കൈ വന്നു. ഞാൻ അവനെ ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞ് അവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ കൊടുത്തു. പക്ഷേ റെസ്പോണ്ടും ചെയ്തില്ല. പക്ഷേ ഞാൻ ഇതേപോലത്തെ ഒരെണ്ണത്തിനെ മേടിച്ചാലോ എന്നൊക്കെ ആലോചിച്ചാണ്. പക്ഷേ എൻ്റെ റേറ്റ് വെച്ചപ്പോഴാണ് അറിഞ്ഞത് 1,00,000 രൂപ വരും, അല്ല അതിന് മേളിൽ പോകുന്ന കണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് പോയി. ഇവിടെ ഫർണിച്ചേഴ്സ്, പാത്രങ്ങളെ, പിന്നെ കുറേ ടോയ്സ്, പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറേ സാധനങ്ങളുണ്ടായിരുന്നു. skies, middle November. You and I, flights to wherever. I don't mind as long as it's with you. New Year's Eve, 300 miles, counting down. Next year will be close. I will wait as long as it's for you. അങ്ങനെ ഞങ്ങൾ കുറേ ബുക്കുകളുള്ള ഏരിയ വന്നു. ബുക്കുകൾ ഞാൻ തീരെ വായിക്കാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷേ ജിസ്മിൻ വായിക്കും. അവൾക്ക് ബുക്ക് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ബുക്ക് കളക്ഷൻ തന്നെ ഇവിടെ കുറേ ഉണ്ട്. അയരാണെങ്കിൽ ആ ഗ്യാപ്പിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ മേടിച്ച് ചെത്തായിട്ട് നടക്കുകയാണ്. ഒരു സൈപ്പും കുട്ടിയെ പോലെ നടക്കുന്നത്. എന്തായാലും അവൾക്ക് നല്ലോണം ചേരുന്നുണ്ട്. ജിസ്മിനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഈ VR എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പം പറ്റിയില്ലായിരുന്നു. കാര്യം ഞങ്ങൾ രണ്ടും ഉണ്ടായതുകൊണ്ട് കൊച്ചിനെ പിടിക്കാൻ ആരും ഇല്ലാഞ്ഞുകൊണ്ട് നടന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം അവൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തു. അവൾക്ക് എന്തായാലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് മാറിയിരുന്നില്ല, ഞാനും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ എൻ്റെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് എങ്ങനെ ഇവർ ഇതിൽ ആ വിഷ്വലി കൺവേ ചെയ്യുന്നതെന്ന് കാണണമെന്ന് വിചാരിച്ചു. പിന്നെ മാക്സിമം വിറക്കാണ്ടൊക്കെ പിടിച്ച് നിൽക്കാൻ നോക്കി. പക്ഷെ പറ്റിയില്ല, വിറച്ച് തുള്ളുമായിരുന്നു. ഞങ്ങളവിടെ റൗണ്ട് അടിച്ച് പുറത്തിറങ്ങി. എപ്പോഴാണ് ഫുഡ് കോർട്ട് കണ്ടത്. എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് ഞങ്ങൾ ചായയും കുടിച്ചു. ചായ മാത്രമല്ല, അതിന് ചായയുടെ കൂടെ കോളിഫ്ലവർ ബജിയും കൂടെ ഉണ്ടായിരുന്നു. കോളിഫ്ലവർ ബജി സാധാരണ ചില സ്ഥലത്ത് കിട്ടുമ്പോൾ ചൂട് കാണില്ല, പക്ഷേ ഇത് നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഒരു രസകരമായ ഗെയിം കണ്ടത്. അതിൽ ഞാൻ തോറ്റ് തുന്നമ്പാടി ഇരിക്കുമ്പോഴാണ് അച്ചായൻ വന്നിട്ട് അച്ചായനും ട്രൈ നോക്കി. അച്ചായനും നോക്കി, ജസ്റ്റിനും നോക്കി. 2 പേർക്ക് നടന്നില്ല. ഏകദേശം ഒരു 3 റൗണ്ട് നോക്കി. 3 റൗണ്ടിൽ ഞങ്ങൾ കൂടുതൽ നോക്കിയത് 6 ഫോക്കസ് ചെയ്തിടാനാണ്. പക്ഷേ എവിടെ വീണാലും 6 വീഴത്തില്ല. ഇനി എൻ്റെ ട്രിക്ക് അറിയാത്തതുകൊണ്ടാണോ അറിയത്തില്ല. ആർക്കെങ്കിലും അങ്ങനെ 6 വീണിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് നമുക്ക് മൊത്തം വീഴ്ത്തി ആ പറയുന്ന പോയിന്റ് കിട്ടിയാലേ അതിൽ ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടത്തുള്ളൂ. അതിൽ ടോപ്പ് സമ്മാനം ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. കാണുമ്പോൾ സിമ്പിളാണെന്ന് ഓർത്ത് കയറുകയാണ്. പക്ഷേ 300 രൂപ ഗോവിന്ദടിച്ച്. അവൾ എവിടെ വന്നിട്ടും ഇത് വെറുതെ വിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇതേ വലിഞ്ഞ് കയറാൻ നോക്കി. കഴിഞ്ഞ പ്രാവശ്യം ഇതിലും ഹൈറ്റ് ഉള്ളതായിരുന്നു, പക്ഷേ ഇത് കുറച്ച് ഹൈറ്റ് കുറവായിരുന്നു. അവൾ നൈസായിട്ട് കയറി.
അങ്ങനെ ഇന്നപ്പോഴായിരുന്നു കപ്ലൻറ്റ് വറക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ ഒരു ചൂട് കപ്ലൻറ്റ് അടിക്കാമെന്ന് വെച്ച് ചൂട് കപ്ലൻറ്റ് മേടിച്ചു. ചൂട് കപ്ലൻറ്റ് കഴിക്കുന്നതിൻ്റെ ഫീല് അത് വേറെ തന്നെയാണ്. തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു ലുലുമാൾ കണ്ടത്. എന്നാൽ പിന്നെ കോട്ടയത്തെ ലുലുമാൾ ഇതുവരെ കയറിയിട്ടില്ലോ, എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് കയറിക്കളയാന്ന് വെച്ചാൽ അവിടെയും കയറി. അങ്ങനെ ലുലു വന്നപ്പോൾ അയാൾക്കൊണ്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ആ ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ലുലുവിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധിച്ച് ജിസ്മിൻ്റെ ബാഗ് മറന്നു. ഇടയ്ക്ക് ലുലു കയറി ബാഗ് മറന്നു വെച്ചാൽ അതിപ്പോൾ എടുക്കാൻ പോവാ. ആകെ സീന്. എന്നാൽ കിട്ടുമെന്നറിയില്ല, നോക്കാം. അങ്ങനെ ബാഗ് കിട്ടി. കുഴപ്പമില്ല, മലയാളികളല്ലേ, അങ്ങനെയൊന്നും എടുത്തോണ്ട് പോയില്ല, സേഫായിരുന്നു. വെച്ചെവിടെയാണ് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടയത്തു നിന്നും ചാനാശ്ശേരി എത്തി. ചാനാശ്ശേരിയിലെ സർവണ ഹോട്ടലിൽ കയറി അവിടുന്ന് മസാല ദോശയും കഴിച്ച് ഞങ്ങൾ മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിരുന്നു. എല്ലാവർക്കും ബൈ 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 ഫ്രം എ വ്ളോഗ്സ്.